പൂജാരി ആ മറ്റേ താലവും കൊണ്ട് പോയപ്പോ ഞാൻ കയ്യെത്തി ചോദിക്കും സാധനം കൊണ്ട് സൈഡിലോട്ട് മിസ്സായി പോയിരുന്നു എനിക്ക്. എന്റെ തൊട്ടപ്പുറത്തേക്കും ബേസിലും. അപ്പൊ അത് ആൾക്കാർ കാണുകയും കളിയാക്കലും ചിരിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവനപ്പോ സൂക്ഷ്മദർശനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനൊരു സമീർ താഹിർ പുള്ളിനെ കാണാൻ പോയപ്പോ സമീർ ഖാൻ പറയാണ്, ആ അത് ഞാൻ കണ്ടു ബേസില് അതെല്ലാരും കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടായി. പിന്നെ അത് തന്നെ നോക്കിയിരുന്നിട്ട് അവനെ മറ്റേ ഗുരുവായൂരമ്പല നടയില് ഡാൻസ് ചെയ്യുന്നതിന് മുമ്പേ അവനൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് 2018 ഞാൻ അമ്മ മഴവിൽ ആ ഷോയില് ഡാൻസ് കളിച്ചത് എല്ലാരും കൊണ്ട് കാണിച്ചേക്കാന്ന്. ഇത് വെച്ച് നോക്കുമ്പോ എന്തായാലും നല്ലതായിരിക്കുമല്ലോ. അവിടെ ദുൽഖർ സൽമാൻ ബ്ലാക്ക് അടിക്കുന്നു, ഇവിടെ ടൊവിനോ തോമസ് ബ്ലാക്ക് അടിക്കുന്നു. മൊത്തം ബ്ലാക്കിന്റെ ഇത് കിട്ടുന്നില്ല, ലഭ്യത ഇല്ലാതായി പോകുന്നു. അത് ടാറ്റു ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ സീനൊക്കെ അഭിനയിക്കുമ്പോ എവിടെയെങ്കിലും തൊട്ട ഇവൻ വെളുത്തു പോകും. എവിടെയൊക്കെ തൊട്ടോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? അല്ല നായികമാർ എവിടെയൊക്കെ തൊട്ടില്ല. ഞാൻ കരഞ്ഞിട്ടായിരുന്നു, എനിക്ക് വിഷയമില്ല. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് ആ മേക്കപ്പില് മണിയന്റെ മേക്കപ്പിൽ ഫസ്റ്റ് കാണുന്ന ദുൽഖർ. ഞാൻ ബാക്കിൽ കൂടെ ചെന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു, ബേസിലേട്ടന്റെ ഫാനാണോ ടൊവിയേട്ടന്റെ ഫാനാണോ എന്ന് ചോദിച്ചപ്പം ബേസിലിന്റെ ഫാനാണെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു അതാണ് വളർത്തു ഗുണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ആ കഴിവ് കുറവുള്ളവർക്ക് അംഗീകാരം കൊടുക്കുക. AR എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം കൂടിയാണ് ബേസിലേട്ടനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അതല്ല, കുറെ നാൾ നീണ്ടുപോയതുകൊണ്ടാ ഇതിന്റെ ആ ചിന്തകൾ ആലോചിക്കുമ്പോ അവന് ഞാനൊന്നും കല്യാണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 വർഷം കല്യാണം കഴിഞ്ഞില്ല, പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് AR കാരണം കിട്ടിയത്. ആ ഷൂട്ടിനിടയ്ക്ക് 2 പ്രസവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഹരീഷ് ഉത്തമൻ, അദ്ദേഹത്തിന്റെ വൈഫും ചിന്നു, അതുപോലെ തന്നെ ബേസിലെ കുട്ടികൾക്കൊക്കെ പ്രായമായി, കുട്ടികളൊക്കെ സിനിമ കാണാൻ വരുന്നുണ്ട്. ഒരു മഞ്ഞ സെൻ കാറില് മുകേഷ് ചേട്ടൻ പോകുന്നു, ആന വരുന്നു, അതിനോടെ ബാക്ക് കാണുന്നു, പടം ഹിറ്റ്. ഒരു ആന അങ്ങോട്ട് പോകുന്നുണ്ട്, ഇടി പടം ഹിറ്റ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ 2 ആന, ഇടി പടം സൂപ്പർ ഹിറ്റ്. കുറച്ചു നേരം പറഞ്ഞപ്പോ കുറെ ആനകൾ, ഇടി ബ്ലോക്ക് ബസ്റ്റർ. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. സോ ARM അജയൻ്റെ 2ാം മോഷണം എന്ന് പറയുന്ന മൂവി കുറേ നാളുകളായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഫൈനലി ഈ ഓണത്തിന് ട്രീറ്റ് ആയിട്ട് ദ കംപ്ലീറ്റ് ടീം നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട്. സോ അപ്പം എന്താണ് ഈ മൂവി എന്ന് കൂടുതലായിട്ട് അറിയാൻ നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ആൻഡ് ഫൈനലി ദ ടീം ഈസ് ഹിയർ. സോ ഐ എം വെൽക്കമിങ്. ഹലോ ജഗദീഷേട്ടാ, സുരഭി, വെൽക്കം. താങ്ക് യു. പറഞ്ഞോളൂ ടോയി. അല്ല, ഇതൊരു ആദ്യമേ പറഞ്ഞല്ലോ, ഓണം ട്രീറ്റ്. ഓണത്തിന് നമ്മൾ എന്താ പറയാ, സദ്യയിൽ എല്ലാം കാണും അല്ലേ? അതെ. ഉപ്പേരി, അച്ചാറ്, അവിയല്, തോരൻ, കിച്ചടി, പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പാർ, പരിപ്പ്, പ്രഥമൻ, ഇതെല്ലാം കൂടി ഒരു സിനിമാ രൂപത്തിൽ വന്ന് എങ്ങനെ ഉണ്ടാവും? ഓൾ ഫാമിലി ആയിട്ട് ഫോർ ഓൾ ഏജസ്, എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ കേരളത്തിന്റെ പൈതൃകം ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ കാഴ്ചവെക്കാം. ഒരു 3D സദ്യ, കൺമുന്നിലെത്തുന്ന സദ്യ. അതെ, കൺമുന്നിലെത്തുന്ന ഒരു 3D സദ്യ. അതാണ് അജയന്റെ 2ാം മോഷണം. ഒന്നും പറയാൻ അയോഗ്യരാക്കി കളഞ്ഞു. പിന്നെ ഇവർക്ക് പറയാം എന്തുകൊണ്ട് അജയന്റെ 2ാം മോഷണം. അപ്പൊ 1ാം മോഷണം എന്താണ്? ടോവി പറയട്ടെ. പറഞ്ഞു ടോവി. അതിപ്പോ ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ല, ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞതിന്റെ രസം പോകും. അത് എഴുതി കാണിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിൽ എഴുതി കാണിക്കും 1ാം മോഷണവും 2ാം മോഷണമൊക്കെ എഴുതി കാണിക്കും. അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല. ഓക്കെ. പക്ഷെ അതിനേക്കാൾ ഈ സിനിമയുടെ ഒരു കുറച്ച് നാളായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു നല്ല ഗ്രാമത്തിൽ നടക്കുന്ന കഥ എന്നുവെച്ചാൽ ഒരു സിമ്പിൾ സെറ്റപ്പിലാണ് നടക്കുന്നത്. ശരി. പക്ഷെ കുറെ ഉണ്ട് കഥ 3 തലമുറകളിലൂടെ പോകുന്ന ഒരു ഞാൻ എന്തുകൊണ്ട് ഈ 3 ക്യാരക്ടർ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ക്യാരക്ടറിൽ നിന്ന് തുടങ്ങി 3ാമത്തെ ക്യാരക്ടറാണ് അത് അവസാനിപ്പിക്കുന്നത്. ശരി. അങ്ങനത്തെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. പക്ഷെ നല്ല മലയാളിത്തമുള്ള ഒരു നല്ല മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ടെക്നിക്കലിയും 3Dയും ബാക്കി നമ്മളുടെ എല്ലാവരുടെയും എഫേർട്ടും ഒക്കെ വെച്ചിട്ട് നമ്മളത് കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മലയാള സിനിമയായിട്ടല്ല തീർച്ചയായിട്ടും നമ്മൾ. പക്ഷെ നമുക്ക് ഇത്തിരി
പുറത്തും കൂടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക, ഇത് ഒരു മലയാളം പടമാണ് കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാവുന്ന, എന്നാൽ അവർക്കും ഇഷ്ടപ്പെടാനുള്ള എലിമെന്റ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏജ് കാറ്റഗറി എന്നുള്ളതല്ലാതെ ലാംഗ്വേജ് കാറ്റഗറിയും ഇല്ലാതെ ആൾക്കാർക്ക് എല്ലാവർക്കും ശരിക്കും നമ്മളൊക്കെ സിനിമകൾ കാണുന്ന സമയത്ത് അങ്ങനെ ഉള്ള ഒരു മുൻവിധിയോടെ അല്ലല്ലോ കാണുന്നത്. ഒരു ശരിക്കും വിഷ്വൽ അല്ലേ, വിഷ്വൽ ലാംഗ്വേജ് അല്ലേ സിനിമയ്ക്ക്. അതിനകത്ത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഭാഷയുടെ അതിർവരമ്പുകളൊക്കെ ബ്ലറിങ് എന്നുള്ളത്. ഇപ്പൊ ഓൾമോസ്റ്റ് ബ്ലർഡ് ആണ്. ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യുന്ന സിനിമകള് മലയാളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഹിന്ദിയിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്ന സിനിമകളുണ്ട്, തമിഴിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്ന സിനിമകളുണ്ട്, തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു ചെറിയ പെർസെന്റേജ് ഓഫ് ആൾക്കാരെങ്കിലും എല്ലാ നാട്ടിലും മറ്റു ഭാഷയിലെ സിനിമയും കാത്തിരിക്കുന്ന ആൾക്കാർ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ലാംഗ്വേജ് ഒരു ഹിൻഡ്രൻസേ അല്ലാത്ത ഒരു രീതിയിലോട്ടായി കഴിഞ്ഞു. അല്ല, ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ മൂവിയെ പറ്റി ആൾക്കാർ ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾ ടൈമിനടുത്ത് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നടന്ന കുറച്ച് പ്രോബ്ലംസ്, അതൊക്കെ ആൾക്കാർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ട്രീറ്റ് ആയി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കാരണം അതൊക്കെ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷനാണ് തീർച്ചയായും. കാരണം ആൾക്കാർ ബാറ്റിൽ ഈ സിനിമയുടെ ഒരു ടീസറും 2-3 പോസ്റ്ററും മാത്രമേ ഇത്ര നാളായിട്ട് നമ്മൾ പുറത്തു വിട്ടിട്ടുള്ളൂ. യെസ്, എന്നിട്ടും നിങ്ങൾ എല്ലാ ഇന്റർവ്യൂവിൽ തന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആക്ച്വലി കുറെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇപ്പൊ ചോദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നതിന് മുമ്പ് ഈ എന്താ ഇഷ്യൂ അങ്ങനെയല്ല അല്ലെ, ഒരു പ്രശ്നമുണ്ട്, അപ്പൊ പറ എന്നിട്ട് എന്റെ പറയാം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അത്രത്തോളം നമ്മള് എന്താ പറയാ അതിജീവിച്ചു. അത് അതിജീവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവീനിയൻസിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് മാത്രം ചെയ്താൽ മതി. എന്നാൽ ആ കൺവീനിയൻസ് എപ്പോ ബ്രേക്ക് ആവുന്നു, നമുക്ക് എന്തൊക്കെ കൺസ്ട്രെയിൻസ് വരുന്നു, അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയ ക്രിയേറ്റീവ് ആവും. ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ആവാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വല്ലഭന് പുല്ലുമായുധം എന്ന് പറഞ്ഞതുപോലെ ഈ സിനിമയിൽ പല പല സംഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ അജയന്റെ രണ്ടാം മോഷണം എനിക്കൊന്ന് 2022 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു 3 വർഷത്തോളം ആയതിന്റെ അത് ആ ഒരു 3 ARM എന്ന് പറഞ്ഞ 3 അക്ഷരത്തിലെത്താൻ 3 കൊല്ലം എടുത്തു. പക്ഷെ അതിനു വേണ്ടി എടുത്ത് ഞാൻ അന്നും ടോവിയോട് ഇത് ഷൂട്ട് സമയത്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടോവി, നീ ഇനി ഇങ്ങനെ ഒരു സിനിമ നീ ചെയ്യരുതെന്ന്. കാരണം അത് ഇത്ര കഷ്ടപ്പെട്ടിട്ട്, അതായത് ഇനി ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഇങ്ങനെ ഒരു സിനിമ ഇനി ചെയ്യാൻ, കാരണം അത് അവനവനെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തിയ ഒരു സിനിമ. അതെ ഞാൻ അത് ഫിസിക്കും അല്ല, ഈവൻ ഫിസിക്കലി. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ കണ്ടതാണ്. രാത്രി നമ്മൾ ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് ഷൂട്ടിന്റെ പ്രോസസ് തന്നെ ഫുള്ള് ടാൻ ചെയ്ത് അങ്ങനെ ചെയ്ത് ഭയങ്കര ആ ഒരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ അഴിച്ച് അങ്ങനെ ഇരിക്കുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് രാവിലെ ഹോഴ്സ് റൈഡിങ്ങിന് പോകും. അപ്പോൾ നീ ഉറങ്ങണം അതിനിടയ്ക്ക്. പക്ഷെ ഈ കളരി പ്രാക്ടീസ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ടോവി പിന്നെ വൈകുന്നേരം വീട്ടിൽ ഷൂട്ടിന് വരും. അപ്പോഴും ഇവൻ പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട്, അപ്പോൾ നമ്മൾ ഈ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ കിളി പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവൻ ഭയങ്കര ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാനും ഭയങ്കര എനർജിയാണ്, ഓക്കെയാണ് എന്ന്. അങ്ങനെ ഒരു എത്രയോ 100 ചില്ലാനം ദിവസം ഷൂട്ട് ചെയ്യുകയും അത് എനിക്കൊന്ന് അവിടെ ഒരു ടോവിയോടെ ഒരു വീടെടുത്ത് അവിടെ താമസിക്കുന്നു. അപ്പം അത്രയും നാളതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഭയങ്കര അതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റും അപ്പം അതിലുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആ സാധനം റിസൾട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. നമ്മൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ അന്യഭാഷയിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലത്തെ സിനിമകൾ, വലിയ സിനിമകളൊക്കെ നമ്മൾ കാണുകയും അത് ഭയങ്കര ഗംഭീരമെന്ന് പറയും. പക്ഷെ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിമുഖത കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ഈ മലയാളത്തിൽ നിന്ന് അങ്ങനെ വന്നാൽ അത് ശരിയാവില്ല, മറ്റിടത്ത് വന്നാൽ അത് ഓക്കെയാണ്. എന്നാൽ അങ്ങനെ മലയാളത്തിൽ നിന്ന് നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. കാരണം അതിനു വേണ്ടി എടുത്ത എഫേർട്ട് അതുപോലെയാണ്, അതിൽ കാണിച്ച വിശ്വാസം അതുപോലെയാണ്. കാരണം ജിതിൻ ലാലിനെ എനിക്ക് എത്രയോ വർഷമായിട്ട് എനിക്കൊന്ന് ആ സിനിമയിൽ ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ആക്ടറാണ് ഞാൻ. അപ്പം അതിന് എത്രയോ നാൾ മുമ്പേ എനിക്കറിയാം. അപ്പോൾ അന്ന് മുതലേ ഈ അജയന്റെ രണ്ടാം മോഷണം ഈ സിനിമയെ പറ്റിയിട്ടാണ് പറയുന്നതും. ഇത് 3D അല്ലെങ്കിൽ വലിയ വലിയ ആസ്പിറേഷൻസ് ആണ് അന്നും പറയുന്നത്. എനിക്കൊന്ന് ഗോതയിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരാൾ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ 3Dയിൽ ഞാൻ ഇത്ര വലിയൊരു പടം ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതിൽ 3D ആയിട്ട് ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഞ്ജു പറഞ്ഞതല്ലേ, തമിഴ് സിനിമകൾ കാണുമ്പോൾ, ഹിന്ദി സിനിമകൾ കാണുമ്പോൾ, തെലുങ്ക് സിനിമ കാണുമ്പോൾ, കന്നഡ സിനിമ കാണുമ്പോൾ മലയാളി ലോജിക്കിനെ കുറിച്ചൊന്നും പറയില്ല. ഓക്കെ, അതങ്ങനെ സിനിമയല്ലേ എന്ന് പറയും. മലയാളത്തിൽ അവന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇതെങ്ങനെയാണ്, ആ സംഭവമാണ്. അപ്പോൾ അത്രത്തോളം ഒരു ക്രിട്ടിക്കൽ. എനിക്ക് പക്ഷെ തോന്നിയിട്ടുള്ളത് വെച്ചാൽ നമ്മൾ മലയാളികൾ പൊതുവെ കുറച്ച് സട്ടിലാണ്. നമ്മൾ കുറച്ച് സട്ടിലാണ്. നമ്മളോട് എടാ എങ്ങനെയുണ്ട് ജീവിതം, കുഴപ്പമില്ല,
കുഴപ്പമില്ല എന്ന് പറയുന്നത് നല്ലതാ എന്ന് പറയുന്നത് വളരെ കുറവല്ലോ. നമ്മൾക്ക് പൊതുവെ അങ്ങനെ സട്ടിൽ സ്വഭാവമുണ്ട്. മറ്റ് ഇൻഡസ്ട്രികൾക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അവിടെ ഉള്ള നമ്മൾ കാണുന്ന സിനിമകളിൽ കൂടെ കാണുന്നത് കുറച്ച് നമ്മളെക്കാളും കുറച്ചും കൂടെ എക്സ്പ്രസീവും ലൗഡും ആയിട്ടുള്ള ആൾക്കാരായിട്ട് മറ്റു ഭാഷകളിലുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞു വന്നത് ആ മലയാളി മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ടോവി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിനുവേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മറ്റു ഭാഷകളിലൊക്കെ ഇത്തരത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു ആക്ടർക്ക് പ്രിപ്പയർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 years ഒക്കെ കൊടുക്കും ഇതെല്ലാം പഠിക്കാനും. ഇതൊക്കെ 3 ദിവസം കൊണ്ട് കുതിരയോട്ടം പഠിക്കുന്നു, 2-3 മാസം കൊണ്ട് ഈ മറ്റ് സിനിമകളുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കിട്ടുന്ന സമയം കൊണ്ട് കളരിപ്പയറ്റ് പഠിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതിന് രാത്രി തൊട്ട് രാവിലെ വരെ ഷൂട്ട് കഴിയുന്നു. അപ്പം അത് ഒരു വലിയ ഇതാണ്. അപ്പം സന്തോഷ് കിയാറ്റൂരൊക്കെ പറഞ്ഞു ഇങ്ങനെ 2 ഈർക്കിലൊക്കെ കുത്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ. പിന്നെ ഇത് ഇത്രയും സുന്ദരനല്ലേ, അതല്ല ഇത്രയും സുന്ദരനാണല്ലോ, നിർത്തി പറയാം. വ്യക്തമായിട്ട് 2-3 സുന്ദരന്മാരിലോട് 3 ചെറുപ്പക്കാരുണ്ടിരിക്കുന്നുണ്ട്. 3 ചെറുപ്പക്കാരും അതില് ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഈ മേക്കപ്പ് കുറച്ച് കളറ് വളരെ ഡാർക്കായിട്ടുള്ള ഇതാണ്. ആ സമയത്താണ് കൊത്തയുടെ ഇത് നടക്കുന്നത്. അപ്പൊ നമ്മുടെ മേക്കപ്പ് മാൻ പറയാണ് ബ്ലാക്ക് കിട്ടാനില്ല. അവിടെ ദുൽഖർ സൽമാൻ ബ്ലാക്ക് അടിക്കുന്നു, ഇവിടെ ടൊവിനോ തോമസ് ബ്ലാക്ക് അടിക്കുന്നു. മൊത്തം ബ്ലാക്കിന്റെ ഇത് കിട്ടുന്നില്ല, ലഭ്യത ഇല്ലാതായി പോകുന്നു. അത് ടാറ്റു ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സീനൊക്കെ അഭിനയിക്കുമ്പോ എവിടെയെങ്കിലും തൊട്ട ഇവൻ വെളുത്തു പോകും. തീർന്നു പോയി. അപ്പൊ ഞങ്ങള് സീനൊക്കെ എടുക്കുമ്പോ എവിടെയൊക്കെ തൊട്ടു നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? അല്ല, നായികമാർ എവിടെയൊക്കെ തൊട്ടിട്ടുണ്ട്. ഇല്ലല്ല, ഞാൻ കരിഞ്ഞിട്ടായിരുന്നു, എനിക്ക് വിഷയമില്ല. അല്ല, അത് ആ ഹ്യൂമറസ് നോട്ടിൽ എടുക്കാം. ഇവിടെ അതല്ല, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ കൊച്ചുകുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശി പറയും പണ്ട് ഒരു കള്ളൻ ഉണ്ടായിരുന്നു, മണിയൻ എന്നാ പേര് എന്ന് പറയാൻ നേരത്തെ കുട്ടി ചോദിക്കും അപ്പൊ ഈ കുഞ്ഞിക്കേളു ആരാ? അതൊരു കഥയാണ്. അപ്പൊ അജയനാരാ? അതും കഥയാണ്, കുട്ടികളെ പറഞ്ഞു തരാം. അതാണ് അജയന്റെ 2ാം മോഷണം. ഇതാണ് അജയന്റെ 2ാം മോഷണം അല്ലേ? പിന്നെ ഈ നേരത്തെ കൊത്തയുടെ കാര്യം പറഞ്ഞ കാരണം നമ്മള് കാരക്കുടിയിലെ ഞങ്ങള് ഷൂട്ടിങ് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, അപ്പൊ എനിക്കറിയാം ദുൽഖർ നേരെ മുകളിലുണ്ട്. ദുൽഖർ ഈ പറഞ്ഞ പോലെ നൈറ്റ് ഷൂട്ട് തന്നെയാണ്, ഞങ്ങൾക്ക് നൈറ്റ് ഷൂട്ടാണ്. അപ്പൊ ദുൽഖർ മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ഞാൻ എന്റെ ഫസ്റ്റ് ആ മേക്കപ്പില് മണിയന്റെ മേക്കപ്പിൽ ഫസ്റ്റ് കാണുന്ന ദുൽഖർ. ഞാൻ ബാക്കിൽ കൂടെ ചെന്നിട്ട് ബാക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, നീയാണോ? അപ്പൊ ദുൽഖർ ആ മേക്കപ്പ് തന്നെ ആയിരുന്നു? അല്ല, 5 ഷൂട്ടിന് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ ഇവിടെ വന്ന് മേക്കപ്പിന്റെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ മുകളിലും താഴെയായിട്ട് താമസിച്ചിരുന്നു. എത്ര പേരാ മേക്കപ്പ് ഇട്ട് കരുതയ്ക്ക്? കാരണം ഇത്രയും ഡ്രസ്സുള്ളേ, ഡ്രസ് ആയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാരും പോയി കഴിയുമ്പോ ഞാൻ ആ കാരവന്റെ തറയിലിരുന്നിട്ട് ഇങ്ങനെ അല്ല, 3 അപ്പിയറൻസും ഡിഫറെന്റ് ആണ്. കുഞ്ഞിക്കേളു, മണിയൻ, ദെൻ അജയൻ. 3 അപ്പിയറൻസ് ഡിഫറെന്റ് ആണ്, പെർഫോമൻസ് ഡിഫറെന്റ് ആണ്, ഡയലോഗ് മോഡുലേഷൻ ഡിഫറെന്റ് ആണ്. ഒരു വലിയ വെല്ലുവിളിയാണ് ടൊവിനോ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രിവിലേജ് ആയിട്ട് കിട്ടുക, അങ്ങനെ ഒരു സിനിമ കിട്ടുകയും അതിനെ അതുപോലെ സമീപിക്കുന്ന ആൾക്കാർ കൂടെ വരും. ഇപ്പം ഈവൻ പ്രൊഡക്ഷൻ എന്നാണെങ്കിൽ പോലും നമ്മൾ ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം, അതിനുള്ള കെൽപ്പൊന്നും മലയാള സിനിമയ്ക്ക് അത്ര ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 3 കൊല്ലം കൊണ്ട് ഒരു പടം ചെയ്യുന്ന അതേപോലത്തെ ഒരു സിനിമയാണിത്. പക്ഷെ അത് ഈ ലിമിറ്റഡ് സമയം കൊണ്ട് ചെയ്യുമ്പോൾ അതിനെ വിശ്വസിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾക്കാർ എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. അതെ, കാരണം ഇത് ഇപ്പോഴാണ് കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ മലയാളത്തിന് കുറച്ചുകൂടി ഡയമെൻഷൻസ് കുറച്ച് വലുതായിട്ടുണ്ടായിരിക്കും. പക്ഷെ അന്ന് അത്ര പോലും ഇല്ല. അപ്പൊ അതിൽ ഒരു വിശ്വാസം കാണിച്ച ഡയറക്ടറും ആണെങ്കിൽ ആ സമയത്ത് എനിക്കൊന്ന് ഒരു 7-8 മാസത്തോളം ഈ പരിപാടി ഇത് തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തുന്ന മറ്റു പല സിനിമാക്കാരും ഉണ്ട്. ഇപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് വേണം, അതെന്ത് കഴിയുമെന്നറിയില്ല, അവരുടെ പരിപാടി. കാരണം അതിനുവേണ്ടി, കാരണം ഇതിങ്ങനെ തള്ളി പോവാണ് മറ്റു സിനിമകൾ. അപ്പൊ ആ ഒരു റിസൾട്ട് ഇപ്പം ഞാനിപ്പം ഞാനും ജഗദീഷ് നമ്മളൊരു വെബ് സീരീസ് ചെയ്തായിരുന്നു. അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഒരുപാട് ശാരീരികമായിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ സത്യമായിട്ട് പറയാം, ടൊവി. കാരണം നമുക്ക് ഭയങ്കര കഷ്ടപ്പാടും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പറയും അവൻ പക്ഷെ അന്നേരം ചെയ്തൊക്കെയോ, അപ്പൊ പിന്നെ എനിക്ക് ചെയ്താലും ചെയ്തുകൂടെ, അപ്പൊ നമുക്കൊരു ബൂസ്റ്റ് ആവും. അതെ, അപ്പൊ അത് ശരിക്കും ഫീൽ ചെയ്തു. കാരണം ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ
അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടം. അപ്പം ഞാൻ ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ചു നേരം ഉറക്കമില്ലാത്ത ചില രാത്രികളും ഭയങ്കര ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾക്ക് അനുഭവപ്പെട്ടപ്പോൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലം എന്തായാലും കിട്ടുമോ. ഞാൻ മറ്റേ തല്ലുമലയില ജിണ്ടാക്കിക്കോ പാട്ടില്ലേ, ആ പാട്ടിന്റെ ഷൂട്ട് കാണാനായിട്ട് എന്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു, ഭാര്യയും പിള്ളേരും. അപ്പൊ ആ സമയത്ത് ഞാൻ മടുത്തു, സിനിമ കുറച്ചുനാൾ ബ്രേക്ക് എടുക്കണം അല്ലെങ്കിൽ നിർത്തണം എന്നൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അവള് എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്ന ആളാ. അവിടെ ഇത്ര ടേക്ക് ഒക്കെ എടുക്കുന്നതും ഞാൻ ഡാൻസ് കളിക്കുന്നതും കണ്ടിട്ട് അതെന്ന് വെച്ചാൽ ഒന്നാമത് ഒരു ടിൻ ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു മുറി, അതിന്റെ പുറത്ത് പകല് ഷൂട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് രാത്രിയാക്കി ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ബ്ലാക്ക് ക്ലോത്ത്, ഒടുക്കത്തെ ചൂടും. നമുക്ക് ഫസ്റ്റ് ടേക്കിലൊന്നും നടക്കൂലല്ലോ അത്. അപ്പൊ റീടേക്കൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോ ഭാര്യ എന്റെ അടുത്ത് വിളിച്ചിട്ട് അന്നും പറഞ്ഞില്ലേ നിർത്തണമെന്ന്, വേണമെങ്കിൽ നിർത്തിക്കോട്ടോ, കഷ്ടപ്പെടുന്ന എന്റെ അടുത്ത് സഹിക്കാഞ്ഞിട്ടാ, നമുക്ക് ഉള്ളതൊക്കെ വെച്ച് ജീവിക്കാന്ന്. അപ്പം പറഞ്ഞില്ലേ? അപ്പം പറഞ്ഞു നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചതാണ്, മോളെ കെട്ടിക്കാൻ ഒരുപാട് സമയം എടുക്കും, നീ ഇത്രയും പണി നിർക്കേണ്ട കാര്യമില്ല. അവര് നോക്കുമ്പോ അല്ല, ഈ സിനിമയെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്സിനെ കുറിച്ചാണ്. സിനിമ ഗംഭീരം, സിനിമ ഉദാത്തം എന്നല്ല നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു വേണ്ടി എടുത്ത പെയിൻസ്, സഞ്ജു പറഞ്ഞ മുഴുവൻ ടോവിനോ എന്തൊക്കെ സ്ട്രെയിൻ എടുത്തു, ഒരുപാട് സാക്രിഫൈസ് ചെയ്തു. അതേപോലെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവരവരുടെ കഥാപാത്രങ്ങൾ നന്നാക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. നല്ല തയ്യാറെടുപ്പ് ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഒരു റിസർച്ച് നടത്തിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്, ചെയ്തിരിക്കുന്നത്. ഒരു 10 സിനിമ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷം എടുത്തതാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഓരോ സമയത്തും ഇങ്ങനെ പുതിയ സ്ക്രിപ്റ്റ് ഇങ്ങനെ അതിൽ ചെറിയൊരു ഇതുണ്ട്, അങ്ങനെ അത് ടേക്ക് എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ അവരിരുന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് ശരിയാക്കിയിട്ടാണ് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഓണം ട്രീറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ വികാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇമോഷൻസ് ആണ് അതിന്റെ ബൈൻഡിങ് ആയിട്ട് നിർത്തുന്നത്. കാരണം വെച്ചാൽ നല്ല ആക്ഷൻ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആക്ഷൻ ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്. കാന്താരയുടെ ആക്ഷൻ ഫൈറ്റ് മാസ്റ്റർ ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ണർ സാം എന്ന് പറഞ്ഞിട്ട് ഗോദയിലെ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ കളയുടെ ഒക്കെ ഫീനിക്സ് പ്രഭു കളയും ഒക്കെ ചെയ്തു. നല്ല റൊമാൻസ് ഉണ്ട്, പിന്നെ നല്ല അത് മൂന്നും ഞാനാ ചെയ്തത്. നല്ല വിഷ്വൽസ് ഉണ്ട്. ജോമോന്റെ നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് ആയിരുന്നു. ദീപു ചേട്ടന്റെ നല്ല മ്യൂസിക് ഉണ്ട്, അസാധ്യ മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ അതാണ് ഓണം ട്രീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുന്നു. എപ്പോൾ ബേസിലോ അല്ലെ ധ്യാനം അങ്ങനെയുള്ള ഇന്റർവ്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ബേസിലിന്റെ ഇന്റർവ്യൂവിന്റെ ടൈമിൽ ചിലപ്പോൾ ടോവിയുടെ ഒരു പേര് നമ്മൾ തന്നെ പറയാതെ തന്നെ ചിലപ്പോൾ ബേസിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞങ്ങൾ എടുത്ത് മറ്റേ ഗുരുവായൂരമ്പല നടയില് ഡാൻസ് ചെയ്യുന്നതിന് മുമ്പേ അവനൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് 2018 ഞാൻ അമ്മ മഴവിൽ ആ ഷോയില് ഡാൻസ് കളിച്ചത് എല്ലാരും കൊണ്ട് കാണിച്ചേക്കാന്ന്. ഇത് വെച്ച് നോക്കുമ്പോ എന്തായാലും നല്ലതായിരിക്കുമല്ലോ. അതുപോലെ പിന്നെ വേറെ സെൻസ് ഓഫ് ഹ്യൂമർ അല്ലേ. ഞാൻ മറ്റേ കഴിഞ്ഞപ്പോ എന്നോട് പറയുന്നു, ബ്രോ ഞാൻ ഒപ്പിച്ചു, ആ പേരങ്ങ് ഒപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ മരണമാസം എന്നുള്ള സിനിമ ഉണ്ടല്ലോ, ഇപ്പൊ അതിന്റെ പൂജക്ക് പൂജാരി ആ മറ്റേ താലവും കൊണ്ട് പോയപ്പോ ഞാൻ കയ്യെത്തിച്ച് ചോദിക്കും സാധനം കൊണ്ട് സൈഡിലോട്ട് മിസ്സായി പോയിരുന്നു എനിക്ക്. ജസ്റ്റ് അത് കറക്റ്റ് ആംഗിളിൽ 2 ആംഗിളിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തേക്കും ബേസിലും. അപ്പൊ അത് ആൾക്കാർ കാണുകയും കളിയാക്കലും ചിരിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവനപ്പോ സൂക്ഷ്മദർശനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സമീർ താഹിർ പുള്ളിനെ കാണാൻ പോയപ്പോ സമീർ ഖാനാണ്. അത് ഞാൻ കണ്ടു ബേസില്. അതെല്ലാരും കൊണ്ട് കാണിച്ചു കൊടുക്കണ്ടായി. പിന്നെ അത് തന്നെ നോക്കിയിരുന്നിട്ട് ഞാൻ ചമ്മുന്നതിന്റെ വീഡിയോ എല്ലാരും കാണിച്ചു കൊടുത്തിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് ഇടയ്ക്ക് ഓക്കെ എനിക്കൊന്ന് ആ പൂജയുടെ ടൈമില് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നരിവേട്ട എന്നുള്ള സിനിമയുടെ പൂജയ്ക്ക് പോയപ്പോ ഈ താലം കൈയോടെ പിടിച്ച് ഇങ്ങനെ ഇതിലേക്ക് നോക്കുന്നൊരു ഫോട്ടോ എടുത്ത് അവന് അയച്ചും കൊടുത്തു. എനിക്ക് കിട്ടും കണ്ടുപടി കണ്ടോ, ഇപ്പൊ മിസ്സാക്കിയിട്ടില്ലെന്നല്ലേ. ഇപ്പൊ അതില് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബേസിലല്ല, ഇപ്പൊ സൂപ്പർ സ്റ്റാർ ബേസിലാണ്. അന്ന് പെരുമാറ്റം മാത്രം സൂപ്പർ സ്റ്റാറുകളെ പോലെ അല്ല, പക്ഷെ അന്ന് അതിനുള്ള പണി കൊടുത്ത് അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ന്യൂമോണിയ വന്നിട്ട് പുള്ളി കിടപ്പിലായിരുന്നു. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാൻ എറണാകുളത്ത് പനിയായിട്ട് ഞാനിവിടെ, എനിക്ക് ഷൂട്ടില്ലാതെ എന്നോട് വന്ന് എനിക്ക് പനിയായിട്ട് കിടപ്പായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വരാൻ പറഞ്ഞു. അജുവും വന്ന് എല്ലാരും വിളിച്ച് അവിടെ കൊണ്ടുപോയി. അപ്പൊ മറ്റേ കാരവനിൽ മറ്റേ പുതച്ചിങ്ങനെ ഇരിക്കുകയാണ്. വയ്യ, ഇവിടെ ഹോസ്പിറ്റലിൽ നേരെ പോയതാ. അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്തില്ല. അത് രാത്രിയില് രാത്രി മൊത്തം കഴിഞ്ഞിട്ട് അത് നൈസായിട്ട് പണിയല്ല.
ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയിൽ ഇതൊന്നും എന്നിട്ട് രാവിലെ ഞങ്ങൾ 3 പേര് തിരിച്ചു പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിന്നിട്ട് സന്തോഷമായിട്ട് 3 പേർക്ക് ഷൂട്ടിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ അതുപോലെയുള്ള എന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നുവെച്ചാല് രാവിലെ കൊടും ചൂട്, രാത്രി കൊടും തണുപ്പ്, അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു വല്ലാത്ത കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും. പകല് നമുക്ക് പൊള്ളും, രാത്രി നമുക്ക് അത്രയും തണുപ്പും. ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പേര് ചീമേനി, പോത്തങ്കണ്ടം. പോത്തങ്കണ്ടം. അവിടെ ഒരു കാക്കയ്ക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ല. അവസാനം അവിടെ ഷൂട്ടിന് വന്നിട്ട് പോത്തിന്റെ മേലൊക്കെയാണ് കാക്ക ഇരുന്ന് വിശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലം, മരങ്ങളില്ല. അപ്പൊ അത്രയും കാക്ക നമ്മുടെ മുകളിൽ കൂടെ പറന്നു പോകുമ്പോ അതാ തണല്. ആ ചിറകിനടിയിൽ നിന്ന് വിശ്രമിക്കുന്ന മണിയൻ ഒന്ന് വിഷ്വൽ ചെയ്യൂ. ഇതില് മൂന്ന് ഗെറ്റപ്പിലാണ് ടോവിനോ. അത് കഴിഞ്ഞ ഏറ്റവും സന്തോഷം സുരഭിക്കാണ്. സുരഭിയും ഡിഫറെന്റ് ഗെറ്റപ്പിലല്ലേ? രണ്ട് ഗെറ്റപ്പ്. ട്രെയിലറിന്റെ ലാസ്റ്റ് വരെ കറക്റ്റ് ടൈമിൽ അതിന്റെ ഇതൊക്കെ വന്നല്ലോ. ട്രെയിലർ കണ്ടു കേട്ടോ. എന്റെ അമ്മൂമ്മയായിട്ടും ഭാര്യയായിട്ടും ആണല്ലേ? പക്ഷെ ഒറ്റ ക്യാരക്ടർ അത്. എന്റെ 2 ക്യാരക്ടർ. മറ്റേ ക്യാരക്ടറാണ് രോഹിണി ചേച്ചിയുടെ അച്ഛനായിട്ട് മകനായിട്ടും ഞാൻ ഇതില് അഭിനയിക്കുന്നു. പിന്നല്ല രസമല്ലേ? അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ നമ്മളുടെ ആദ്യം ഷൂട്ട് ചെയ്തത് മണിയനാ. അപ്പൊ ഞങ്ങള് ഭാര്യാഭർത്താക്കന്മാരാണല്ലോ. ഇത് കഴിഞ്ഞിട്ട് മണിയൻ തീരുന്നെന്ന് ഞാൻ പറഞ്ഞു. അതെ, നാളെ മുതൽ അമ്മൂമ്മയാണ്. അതൊക്കെ ഓക്കെ. നാളെ തൊട്ട് തന്നെ അമ്മൂമ്മയാണ്. പഴയ സിനിമകളിൽ മാത്രമേ നമ്മൾ അങ്ങനെ, ഇപ്പൊ പ്രേം നസീർ സിനിമകളിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പം ടോവിനോ ഞങ്ങളുടെ ഭാഗ്യം വന്നിരിക്കും. ഈ മരണമാസന്റെ ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ടൊവിയുടെ മോളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ എന്തോ ബേസിലും ടൊവിയും കൂടെ നിന്ന സമയത്ത് ബേസിലേട്ടന്റെ ഫാനാണോ ടൊവിയേട്ടന്റെ ഫാനാണോ എന്ന് ചോദിച്ചപ്പം ബേസിലിന്റെ ഫാനാണെന്ന് പറഞ്ഞല്ലേ? ഇല്ല, പറഞ്ഞു. അതാണ് വളർത്തുകണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ആ കഴിവ് കുറവുള്ളവർക്ക് അംഗീകാരം കൊടുക്കുക, പ്രിഫറൻസ് കൊടുക്കുക. അവര് തമ്മിലുള്ള കോമ്പോ എങ്ങനെ? മോളും ബേസിലും അല്ലെങ്കിൽ മിന്നൽ മുരളിയൊക്കെ റിലീസിന് മാസങ്ങൾക്ക് മുമ്പേ ബേസിലിന്റെ വീട്ടിലിരുന്ന് കണ്ട ആദ്യ ഓഡിയൻസിലെ ഒരാളാണ് ഈസ. മറ്റേ പിന്നെ ഉറക്കമായിരുന്നല്ലോ, ചെറുതായിരുന്നു, തീരെ ചെറുതായിരുന്നല്ലോ, 6 മാസം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ഇവളുടെ മുഖത്തു നിന്നാണ് ബേസിൽ ഫസ്റ്റ് അതിന്റെ റിയാക്ഷൻസ് എടുക്കുന്നത്. കുട്ടികൾക്ക് വർക്കാവോ എന്നുള്ളതാണ് അറിയേണ്ടത്, ബാക്കി ആരുടെയും അറിയേണ്ടത്. ഇവര് അങ്ങടും ഇങ്ങടും ഈ പറഞ്ഞ പോലെ ഞാൻ ബേസിലിന്റെ പടത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് വിടണം, അപ്പനെ വീട്ടിലേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയാനായിട്ട് കമ്പനിയുള്ള ഇവർ രണ്ടുപേരും അവർ സമപ്രായക്കാരാണ്. അല്ല, അവര് ഭയങ്കര അങ്ങനെ അടുപ്പമുള്ള ആൾക്കാരാണ്. ബേസിലേട്ടന് കുട്ടി ഉണ്ടാവുന്നത് ഈ സിനിമയുടെ അത് AR എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം കൂടിയാണ് ബേസിലേട്ടനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അതല്ല, കുറെ നാൾ നീണ്ടുപോയതുകൊണ്ടാ. ഇതിന്റെ ചിന്തകൾ ആയിരിക്കുമ്പോ അവന് ഞാനൊന്നും കല്യാണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 വർഷം കല്യാണം കഴിഞ്ഞില്ല, പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് AR കാരണം കിട്ടിയത്. ആ ഷൂട്ടിനിടയ്ക്ക് 2 പ്രസവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഹരീഷ് ഉത്തമൻ, അദ്ദേഹത്തിന്റെ വൈഫും ചിന്നും, അതുപോലെ തന്നെ ബേസിലെ. കുട്ടികൾക്കൊക്കെ പ്രായമായി, കുട്ടികളൊക്കെ സിനിമ കാണാൻ വരുന്നുണ്ട്. പണ്ട് നീ ആ ടൈമിലായിരുന്നു ഞങ്ങള് ഷൂട്ട് നടന്നതെന്ന് പറയാം. അപ്പൊ അപ്പോഴൊക്കെ ജിതിനായിരുന്നു പ്രസവം. ഇവരെ 2 ഭാര്യയുടെയും ടെൻഷൻ, ഇപ്പൊ പ്രസവിക്കരുത്, ഒരു 2 ദിവസം കൂടെ നീണ്ടു കിട്ടിയിരുന്നെങ്കിൽ. അവസ്ഥ രാത്രി ഷൂട്ടിന് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൊച്ചിനും കളിപ്പിച്ചിരിക്കേണ്ട പുള്ളി വന്ന് ഇവിടെ ഞങ്ങള് ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അതിനേക്കാളും വലിയ പ്രശ്നമായിരുന്നു. കാര്യം അവിടെ അതിരപ്പള്ളിയിൽ കാട്ടിനകത്ത് ഷൂട്ട് ചെയ്യണേ. അവിടെ 5 മണിയാകുമ്പോ ആന ഇറങ്ങും. 6 മണി കഴിഞ്ഞാൽ പിന്നെ ആന വെള്ളം കുടിക്കാൻ വരും 5 മണിയാകുമ്പോ. അപ്പൊ അതിന് മുമ്പ് ഫൈറ്റിംഗ് ചെയ്തു. അത് ദുരിതമുള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി ഷൂട്ട് വെച്ചു. ഞങ്ങൾ ഇതിനെ വിളിച്ചിരുന്നത് KGF എന്നാണ്. അതാ സിനിമയുടെ വലിപ്പം കൊണ്ടല്ല. രാവിലെ ആകുമ്പോ ഒരു 300 പേര് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. എന്നിട്ട് പണിയെടുപ്പിക്കും പകലന്തിയോളം. വൈകുന്നേരം ആകുമ്പോ തിരിച്ചു കൊണ്ടാക്കും. അതേപോലെയായിരുന്നു KGF-ല് അവസ്ഥ. അതെ, ഞങ്ങൾ ഷൂട്ടിന് വരുന്ന സമയത്ത്, ഷൂട്ട് കഴിഞ്ഞ് രാവിലെ ഒരു 7 മണിക്ക് പോകുമ്പോ ഒരു വണ്ടി വരും ആർട്ടിന്റെ, അന്ന് രാത്രിത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഒരു ബസ്സിൽ കുറെ ആൾക്കാർ വരുമ്പോ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് പോകും. പിന്നെ രാത്രിയാകുമ്പോ തിരിച്ച് വീണ്ടും ഇത് തന്നെയായിരുന്നു. അതായത് അവിടെ സെറ്റില് ഒരു സ്ഥലത്ത് ഷൂട്ട് നടക്കുന്നു, മറ്റിടത്ത് തീപിടുത്തം ഉണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം ഇടയ്ക്ക് ഒരു ദിവസം വന്നപ്പോ സെറ്റ് മൊത്തം പോയി. അങ്ങനെ എന്നും ജൂനിയർ ആർട്ടിസ്റ്റ് എനിക്ക് 10,000 പേരുണ്ടായിരുന്നു. അതിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, നാട്ടിലെ പ്രശ്നം, അതിന്റെ വേസ്റ്റ് ഡിസ്പോസലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നം. അതൊക്കെ ഇവിടെ അത് പാരലലി ഇവിടെ ന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ഞാൻ പറയുകയാണെങ്കിൽ അന്ന് നമുക്ക് ഈ സിനിമയ്ക്ക് ശരിക്കും നന്ദി എഴുതി കാണിക്കും. എന്റെ കൂടുതൽ ഈ ലൂഡോ എന്ന കളിക്കൂടെ നന്ദി എഴുതി കാണിക്കണം. ലൂഡോ കാരണം അതായത് ഇത്രയും പ്രശ്നങ്ങളോട് നടക്കുമ്പോ എവിടെയെങ്കിലും ഒരു 4 പേര്, മിനിമം 4 പേര്
അതായത് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവസാനം അത് പല 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 പോക്കറ്റുകളായി. അതായത് ഒരു സ്ഥലത്ത് ടോവി ഇരിക്കുന്നു, മറ്റേ സ്ഥലത്ത് വേറെ കുറെ ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്നു, മറ്റിടത്ത് ഇരിക്കുന്നു, പിന്നെ ബാക്കി പ്രൊഡക്ഷനിലെ ആൾക്കാർ എല്ലാ ഡിപ്പാർട്ട്മെന്റും ലൂഡോയിലൂടെ ആയിരുന്നു അവർ ഈ സമയം ജിതിൻ പുത്തഞ്ചേരി ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ ഈ സമയം മുഴുവൻ എന്റെ കൂടെ ലൂഡോ കളിച്ച് തോൽക്കുക എന്നുള്ള ഇന്നലെ എന്നെ വന്ന് വീണ്ടും വെല്ലുവിളിച്ചു. ഇന്നലെ ഇരുന്ന് ഞാൻ അവനെ തോൽപ്പിച്ചു. അതുപോലെ ജയതിഷേട്ടൻ ഇപ്പം ബേസിലിന്റെ കാര്യം ടോവിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ എപ്പം ഞങ്ങൾ മുകേഷ് ഏട്ടന് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും ഇപ്പം ചില കഥ ഇപ്പം ചില നടന്ന കാര്യങ്ങൾ ജഗദീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുകേഷ് ഏട്ടനോട് ഇന്റീരിയർ നഗറാന്ന് തോന്നുന്നു, ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയപ്പോൾ ഒരു മഞ്ഞ സെൻ കാറിൽ മുകേഷ് ഏട്ടൻ്റെ പോകുന്നു, ആന വരുന്നു, അതിനിടെ ബാക്ക് കാണുന്നു, പടം ഹിറ്റ്. രണ്ടാമത് വീണ്ടും ആന കാണുന്ന അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇത് മുകേഷ് ഏട്ടൻ്റെ അടുത്ത് നമ്മളിത് പറയുമ്പോൾ മുകേഷ് ഏട്ടൻ്റെ മറുപടികളുണ്ട്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. മുകേഷ് ഏട്ടൻ പറഞ്ഞാണേ. ഓക്കെ. ആന കാണും. അത് ജഗദീഷിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അത് അവന്റെ അദ്ദേഹത്തിന്റെ ഒരു ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ്. 100 കാര്യങ്ങളന്ന് അങ്ങനെയൊക്കെ വരും. അതൊക്കെ പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ രാവിലെ ആനയെ കണ്ടാൽ, അതും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആനയെ കണ്ടാൽ ഏറ്റവും ഐശ്വര്യമാണ് എന്നൊരു പറച്ചിലുണ്ട്. ഓക്കെ. ഇപ്പൊ ആദ്യം പറഞ്ഞ അത് ഇപ്പൊ ജഗദീഷേട്ടന്റെ ഭാവനയിൽ വരുന്നത് അല്ല, പക്ഷെ ഇത് നമ്മളുടെയും ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പുറംതിരിഞ്ഞിരിക്കുന്ന ആനനെ കണ്ടാൽ ഈ സിനിമ ഷൂട്ടിന് വന്നപ്പോ ആനയുടെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് ഇതിനകത്ത് ഇതിൽ ആരാണ് ഹരിഹർ നഗറിൽ കണ്ടതിനേക്കാളും 10 ഇരട്ടി ആനയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇതിലല്ലേ? ആ റൂട്ടാണല്ലോ. ആ റൂട്ടാണല്ലോ. ഇത് ആക്ച്വലി നടന്ന കഥ തന്നെയാണ്. ആണ്. ഇതിൽ ഭാവനയൊന്നുമില്ല. അപ്പൊ അത്രയ്ക്ക് അതിനകത്ത് അങ്ങനെ പറയാൻ നേരത്ത് വേറെ എന്തെങ്കിലും ഹ്യൂമർ ഉണ്ടെങ്കിൽ ഭാവന വേണം. ഇത് ഹ്യൂമർ ഇല്ല, റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ സെൻകാറിൽ പോകുമ്പോൾ ആദ്യം ഒരു ആന അങ്ങോട്ട് പോകുന്നുണ്ട്, ഇടീ പടം ഹിറ്റ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ 2 ആന, ഇടീ പടം സൂപ്പർ ഹിറ്റ്. കുറച്ചു ദൂരം പറയുമ്പോ കുറെ ആനകൾ, ഇടീ ബ്ലോക്ക് ബസ്റ്റർ. അങ്ങനെ പറഞ്ഞു പതുക്കെ അവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. പതുക്കെ അവിടെ എത്തിയപ്പോൾ 4 മണിയായി. എറണാകുളത്ത് എത്തിയപ്പോൾ രാവിലെ തിരിച്ചാണ്. എറണാകുളത്ത് എത്തി 4 മണിയായി. പെട്ടെന്ന് ആദ്യത്തെ ആ ലൈബ്രറിയുടെ മുന്നിൽ കാറ്റടിച്ചു വിടുന്നില്ലേ, ആ സീനാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. പക്ഷെ അത് നമുക്ക് ആനയെ കണ്ടത് കൊണ്ട് അതൊക്കെ അവരവരുടെ വിശ്വാസം. പക്ഷെ ഈ ചില നിമിത്തങ്ങൾ മുകേഷ് വലിയ വിശ്വാസമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ എന്തായിരുന്നാലും ഭവിച്ചു. അത് മതിയല്ലോ. അതെ അതെ. അതുപോലെ ഇപ്പം ശ്രീനിവാസനേട്ടനൊക്കെ ആയിട്ടാണെങ്കിലും വളരെ നല്ല ബന്ധമുണ്ട്. എനിക്ക് ഈ വരവേൽപ്പ് മൂവിയില്ലേ, അതില് മറ്റേ ആ ബസ്സിന്റെ ആ ഒരു സംഭവം, ഒരു ഇഷ്യൂ പരിപാടികളുണ്ട്. അത് ശരിക്കും ആക്ച്വലി ശ്രീനിയേട്ടന്റെ ഫാദറുമായിട്ട് റിലേറ്റ് ചെയ്ത് അതൊരു അതെ ശ്രീനിയുടെ ഒരു ആത്മകഥ അതിനകത്തുണ്ട്. കാരണം ശ്രീനിയുടെ അച്ഛൻ ഒരു ബസ് നടത്തിയിരുന്നു. അതിൽ ഒരു തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കി, അവസാനം ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി, തൊഴിലാളികൾ തന്നെ ബസ്സിനെ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെയൊക്കെ ഒരു തിക്താനുഭവം ഉണ്ട്. ഏത് ഹ്യൂമറിലാണെങ്കിലും കുറച്ച് ജീവിതാനുഭവം കൂടെ അതിനകത്ത് കാണും. ഇപ്പോൾ നമ്മൾ 4 ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ ആർട്ടിസ്റ്റുകളാവുമ്പോൾ 90% ആൾക്കാരും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും. പട്ടിണി എന്നുള്ള അനുഭവിച്ച് കാണില്ല, പക്ഷെ ദാരിദ്ര്യമൊക്കെ നമ്മൾ 4 പേരും അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ പൈസ ഇല്ലാത്ത അവസ്ഥയാണല്ലോ ദാരിദ്ര്യം. ഇതുണ്ടായിട്ടും പട്ടിണിയാണ് ഡയറ്റ്. അത് ഡെഡിക്കേഷൻ. അത് പിന്നീട് വന്നതിന് ശേഷം. അല്ല, അതിനു മുമ്പുള്ള ഇപ്പം ബ്രദറിന് പിന്നെ കല്യാണത്തിന് കോട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഏറ്റിട്ട് ആ കാശ് കിട്ടുന്നതിന്റെ ടെൻഷൻ, അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള ടെൻഷൻ, അതൊക്കെ നമ്മുടെ ഒരു കാശില്ലായ്മയുടെ അവസ്ഥയാണ്. ഇതൊക്കെ നേരിട്ട ഒരാൾക്ക് ഒരു അഭിനേതാവാകുമ്പോൾ ജീവിതത്തിൻ്റെ പല നമ്മുടെ ഘട്ടങ്ങളിലും നമുക്ക് നേരിട്ടുള്ള കാര്യങ്ങൾ ക്യാരക്ടേഴ്സാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കും നമ്മളെ അനുഭവങ്ങൾ. ഇതൊന്നും അറിഞ്ഞൂടാതെ നമ്മൾ എന്താ പറയുക, വെള്ളിക്കിരണ്ടിയായിട്ട് വന്ന് ജനിച്ചു കഴിഞ്ഞിരുന്നാൽ സാധാരണക്കാരൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അത്രത്തോളം കഴിയില്ല. ചിലർക്ക് കഴിയായിരിക്കും, അത് അസാമാന്യമായിട്ടുള്ള. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ സുരഭി ടോവിനോ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 പേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ, കഴിഞ്ഞ ഇൻ്റർവ്യൂ സുരഭി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സുരഭി അതിനകത്ത് പറയുന്നുണ്ട്, വളരെ ചെറുപ്പത്തിൽ കുഞ്ഞാരി എനിക്കൊരു 2ലോ 3ലോ പഠിക്കുന്ന സമയത്ത് ടോവി ഒരു പെറ്റ് ലവറാണ് നല്ല രീതിയിൽ. ഓക്കെ, അപ്പോൾ പെറ്റ് ലവറാണ്. പക്ഷെ ഈ സുരഭി ആ ചെറിയ ടൈമിൽ 1-2ലൊക്കെ പഠിക്കുമ്പം സുരഭിയുടെ വിനോദം എന്ന് പറയുന്നത്
ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ പുറകിലൊക്കെ ചെന്നിട്ട് അവിടെ ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കും. അപ്പോൾ അതിനകത്തൊരു എങ്ങനെ സൗണ്ട് എങ്ങനെയായിരുന്നു? ക്രിക്ക് സൗണ്ട് കേൾക്കും. അപ്പം പക്ഷെ അത് ആ സമയത്ത് ആ ഒരു ഏജിലായിരുന്നു അല്ലേ? സ്കൂളിലല്ല, വീട്ടില് കളർ കോഴി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊട്ടയിലായിട്ട് ഓരോരോ ആൾക്കാർ, അന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് ഈ കൊട്ടയിൽ കൊണ്ട്, അപ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ അതിന്, നല്ല മഞ്ഞ പച്ച നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. ഈ അമ്മയൊന്നും കാണാതെ ബാത്റൂമിന്റെ ബാക്കിൽ പുറത്തല്ലേ ബാത്റൂം, പോയിട്ട് അതിനുള്ളിൽ ഇത് പണ്ടത്തെ കഥയല്ല. ഇപ്പോഴും സുരഭിയേക്കാൾ സാധ്യതയുള്ള ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യുന്നു വിചാരിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സംഭവമേ ഇല്ല. വീടിനടുത്തുള്ള ഒരു ഓന്തിനെ കളർ മാറാൻ പറഞ്ഞ് ഓടിച്ചിട്ടടിച്ച് കളർ മാറണം ഓന്ത് ജീവനം കൊണ്ടുപോടുന്നു. കളർ മാറാനുള്ള സമയം ഞാൻ വഴി വരില്ലെന്നല്ലേ? അപ്പൊ ഇത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിൽ ഒരു കിളി എങ്ങനെയോ മരിച്ചുപോയി, ചത്തുപോയ ഒരു സംഭവം. ഓക്കെ. പക്ഷെ ആ ഒരു ഇഷ്യൂ കൊണ്ട് സാധാരണ ഒക്കെ അയ്യോ ചത്തു എങ്ങനെ പറയുന്നു, 3 ദിവസം ഡ്രസ് പഠിച്ചിരിക്കുന്നു. അങ്ങനെയല്ല അത്. അത് ഏതോ ഒരു കിളിയല്ല അത്. അതായത് ഞാൻ കളയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മുട്ട വിരിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്ന പപ്പും പൂടെയൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് സൺകൗന്നൂറിനെ ഞാൻ എന്റെ നെഞ്ചത്ത് കിടത്തി വളർത്തി എന്റെ റൂമിൽ താമസിപ്പിച്ച് ഫാൻ ഇടാതെ ഞാൻ കിടക്കുകയുള്ളൂ. കാര്യം ഫാൻ ഇതിന് പ്രശ്നമായതുകൊണ്ട്. അങ്ങനെ എനിക്ക് ഒരു 4 തത്തയുണ്ട്. അതില് ഞാൻ മാത്തൻ എന്ന് വിളിക്കുന്ന എന്റെ സൺകോന്നൂറാണ്. ഭയങ്കര ഹെൽത്തി ആയിരുന്നു എന്റെ കൂടെ. ഞാൻ ആ കൂട്ടിനകത്ത് ഇരിക്കും. ഈ 4 തത്തുകൾ എന്റെ കൂടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പോയി കാസർഗോഡ് താമസിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ എന്റെ നായ്ക്കുട്ടിയുണ്ട് പാബ്ലോ, പിന്നെ എന്റെ ഒരു സൺ കോന്നൂർ ഉണ്ട്, ഒരു ടർക്കോസ് ബ്ലൂ ഗ്രീൻ ചീക്ക് കോന്നൂർ ഉണ്ട്, പിന്നെ ഒരു റെഡ് ഫാക്ടർ പൈനാപ്പിൾ കോന്നൂർ ഉണ്ട്, പിന്നെ ഈ കോന്നൂർ അതില് എന്റെ ഫസ്റ്റ് ഈ തത്തകളില് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് എന്റെ കയ്യിൽ കിട്ടിയത് ഈ ഇതാണ് മാത്തനാണ്. മാത്തൻ ഞാൻ പേരിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഇതിങ്ങനെ എന്റെ മേത്തിങ്ങനെ കിടക്കും. അതെന്റെ വായന്നൊക്കെ ഇങ്ങനെ ഭക്ഷണം എടുത്ത് കഴിക്കുന്ന പോലെ അത്ര എനിക്ക് ഇങ്ങനെ ഉമ്മയൊക്കെ തരുന്ന അത്രയും വിചാരിച്ചു. അപ്പൊ അത് ഒരു ദിവസം രാവിലെ ഞാൻ ചെന്നപ്പോഴത്തേക്കും അതിന് അത് മരിച്ചു കിടക്കുന്നു. എനിക്കറിയാം. ബാക്കി 3 എണ്ണത്തിനും എന്തോ പനി പോലെ എന്തോ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ബാക്കി 3 തത്തുകൾക്കും ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ചെയ്തിട്ട് പക്ഷെ മരിച്ചു പോയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാല് ഒരു ആള് മരിച്ചാൽ, ഒരു വ്യക്തി മരിച്ചാൽ നമുക്കത് ആൾക്കാരോട് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. പക്ഷെ പെറ്റ് മരിച്ചു പോകുമ്പോ അത് ആളുകളോട് എങ്ങനെയാ അത് ഷെയർ ചെയ്ത അതേ അർത്ഥത്തിൽ അവർ എടുത്തില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെറ്റ് ലവറിനെ മനസ്സിലാകത്തുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഒന്നുമില്ല, ഉറങ്ങാനൊക്കെ എടുക്കുമ്പോ എനിക്ക് ഇനി ഇല്ലല്ലോ എന്നുള്ള അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അതിന്റെ പേരിൽ അവിടെ കിടന്ന് കരച്ചിലൊന്നുമില്ല. പക്ഷെ ഇനി ഒരു നഷ്ടബോധം, അയ്യോ ഇനി ഇല്ലല്ലോ. അതായത് അതുണ്ട്, അത് ഭയങ്കര പ്രശ്നമായിരുന്നു. രൂപി ആക്ച്വലി കുറെ റീഡ് ചെയ്യുന്ന ആളല്ലേ? പണ്ടൊക്കെ ബുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കും. അപ്പൊ അതിനകത്ത് ചില ക്യാരക്ടേഴ്സ് ടോവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് സെൽഫ് ആക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഒരു മൂവി ആവണം തോന്നുവാണെങ്കിൽ അത് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഉണ്ടാവില്ല, പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സിനിമയാവാനും പലരും ശ്രമിച്ചിട്ട് നടക്കാത്ത അങ്ങനെ ഒരു സിനിമ ഉണ്ട്. ഏതാണ്? സിനിമയല്ല, അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. മോഡൽസ് ഓഫ് മെലുഹ. അല്ല, ഖസാക്കിന്റെ ഇതിഹാസം. രവി. അതാണ്. അത് എന്തൊരു രസമുള്ള, എന്തൊരു ക്യാരക്ടറാണ്. ഓരോ തവണ അത് പുസ്തകം വായിക്കുമ്പോഴും ഓരോ അർത്ഥങ്ങൾ കിട്ടും. 1969 എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഞാൻ ജനിച്ചത് 89 ഞാൻ വായിക്കുന്നത് 2009. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്കത് വായിച്ചപ്പോൾ ഓരോ തവണ വായിക്കുമ്പോൾ എനിക്ക് അതിന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരു തവണ വായിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടി എന്തുകൊണ്ട് ആ പാമ്പിന് രവി കാല് വെച്ച് കൊടുക്കുന്നു എന്നുള്ളത്, എന്തുകൊണ്ട് അയാൾ നാട് വിട്ടു പോയി എന്നുള്ളത്, ഇങ്ങനെയുള്ളതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടെ മനസ്സിലാവുന്നുണ്ട് ആ ക്യാരക്ടറിനെ. അവിടെ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ സിനിമയാവുകയാണെങ്കിൽ. പിന്നെ ആ ഖസാക്ക് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതും ഒക്കെ ഭയങ്കര, അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു വലിയ പരിപാടിയാണ്. എനിക്കറിയാം ദീപൻ ശിവരാമൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്
ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകമാണ്. മൂവിയിലേക്ക് അത് മാറാൻ എന്നുള്ളൊരു എളുപ്പമല്ല അത്. അത് എളുപ്പമല്ല അത്, ബട്ട് വൺസ് ആലോചിച്ചിട്ടുണ്ട്. അതെ, ഞാനും പലരും പലരും പല വലിയ ഡയറക്ടേഴ്സും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. ചെയ്ത് കൂടായിക എന്നില്ല, പക്ഷെ എഫോർട്ട് യു ഹാവ് ടു ടേക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രീതിയിലുള്ള എഫോർട്ട് ആയിരിക്കും അല്ലേ? ലിറ്റററി വർക്ക്സ് അങ്ങനെ സിനിമയായിട്ട് വരുമ്പോഴും ഭയങ്കര പാടാണ് കൺവിൻസ് ചെയ്യാൻ. ആൾക്കാർ നമ്മൾ അത്രയും വലിയൊരു സാധനം നമുക്ക് ഈ പറഞ്ഞ 2 മണിക്കൂർ അതിനുള്ളിൽ ഒതുക്കണ്ടേ. ഈ ഓണത്തിന് ഒരു ട്രീറ്റ് ആയിരിക്കട്ടെ അജയന്റെ രണ്ടാം 3Dയിലും കൂടെ കാണണം. 3Dയിലും കൂടെ അപ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള, നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ അതിന്റെ ഏറ്റവും നല്ല പൂർണ്ണതയിലല്ലേ അത് enjoy ചെയ്യാൻ. സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കാണുക. തീർച്ചയായും. That's it. ഈ സ്റ്റോറിക്ക് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്, അത് 3 ഡയമെൻഷനിൽ തന്നെ കാണും. അതെ, ഒന്നല്ല രണ്ടല്ല മൂന്നാം മോഷണം. റെഡി. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ടീം. ഞങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ഡേ. 3 roles in 3D. അത് വിളിച്ചു.